ഇച്ചിനെ വ്രണമാക്കരുതേ. അറിയൂ GP ടോക്സിനെ കുറിച്ച്. ഈ വീഡിയോ ഒരു ഫ്രണ്ടാണ് എനിക്ക് അയച്ചത്. ഇത് ചില ഇച്ചിങ്ങുകളിൽ പാരസൈറ്റ് അറ്റാക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ്. സ്കേബീസ് പോലുള്ള രോഗങ്ങളിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഇച്ചിങ്ങിൻ്റെ കാരണം അത് മാത്രമല്ല. പലപ്പോഴും പാരസൈറ്റ് ഇല്ല, ഇൻഫെക്ഷൻ ഇല്ല. ഏജിങ്, ഡ്രൈനസ്, നെർവ് ഓവർ റിയാക്ഷൻ ഇവയും പ്രധാന കാരണങ്ങളാണ്. രോഗങ്ങളുണ്ടെങ്കിൽ അവ വേറെ ചികിത്സിക്കണം. പക്ഷേ സ്ക്രാച്ച് ചെയ്ത് ഊണ്ടാക്കുന്നത് അത് ഒഴിവാക്കണം. മുൻ വീഡിയോ കണ്ട പലരും ചോദിച്ചു, ഫെദർ ടച്ച് എങ്ങനെ ചെയ്യണം? ചിലർക്കത് ശരിയായി മനസ്സിലായില്ല എന്ന് തോന്നി. അതുകൊണ്ട് വീണ്ടും ക്ലിയർ ചെയ്യാനും ചില പ്രധാന കാര്യങ്ങൾ പറയാനുമാണ് ഈ വീഡിയോ. ഫെദർ ടച്ച് എന്നത് വളരെ ലഘുവായ മൂവ്മെൻറ്റ് മാത്രം. ഇത് സ്കിന്നിലെ നെർവ് റെസ്പോൺസ് കാം ചെയ്യാൻ സഹായിക്കും. എനിക്ക് വ്യക്തിപരമായി ഇതിൽ നിന്ന് നല്ല ആശ്വാസം കിട്ടി. പിന്നീട് പഠിച്ചപ്പോഴാണ് ഇത് ശരീരശാസ്ത്രത്തിൽ നേരത്തെ തന്നെ വിവരിച്ചിട്ടുള്ള പ്രതികരണമാണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പങ്കുവയ്ക്കുന്നത്. ശാസ്ത്രീയ അടിത്തറയുള്ളതും ഉത്തരവാദിത്വത്തോടെ അവതരിപ്പിക്കാനാകുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് GP ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാം ഉപയോഗിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ സിമ്പിളായി ചെയ്യാം. സിംഗിൾ പ്ലൈ ടിഷ്യൂ എടുക്കുക, 4 മടക്കുക. ഇതുപോലെ ഒരറ്റം കയ്യിൽ പിടിച്ച് മറ്റേ അറ്റം ഇച്ചിങ് ഉള്ള ഭാഗത്തേക്ക് പതുക്കെ മൂവ് ചെയ്യും. സ്കിന്നിനെ ആൾമോസ്റ്റ് തൊടാതെ പോകുന്നത്ര ലൈറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ക്ലീൻ നാച്ചുറൽ ഫെദറും ഉപയോഗിക്കാം. പർപ്പസ് ടച്ച് വളരെ ലൈറ്റ് ആക്കുക മാത്രം. എൻ്റെ മുൻ വീഡിയോ ചൊറിച്ചിലിനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ്. ക്ലിയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, തെറ്റിദ്ധാരണ ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വം, ഉപയോഗപ്രദമായ കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാനുള്ള ഉത്തരവാദിത്വം. ആദ്യം എല്ലാ പേർക്കും നന്ദി. വളരെ ചെറിയ സമയം കൊണ്ട് മുൻ വീഡിയോ 21,000 വ്യൂസ് കടന്നു. പ്രൊമോഷൻ കൊണ്ടല്ല, നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും. ഈ വിഷയം ആളുകൾക്ക് ആവശ്യമാണെന്ന് അത് കാണിക്കുന്നു. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. GP ടോക്സ് പണം സമ്പാദിക്കാനുള്ള ശ്രമമല്ല. എൻ്റെ ജീവിതത്തിനായി ഞാൻ ജോലി ചെയ്യുന്നു, സാലറി ലഭിക്കുന്നു. യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വരുമാനം എനിക്ക് വ്യക്തിപരമായി വേണ്ട. GP ടോക്സ് വഴി ഏതെങ്കിലും വരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് നൽകാനാണ് തീരുമാനം. അതിന് ഓപ്പൺ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടാകും. പഠിക്കാൻ കഴിവുള്ള പക്ഷേ സാമ്പത്തികമായി തടസ്സം നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചാണ് മുന്നോട്ട് പോവുക. വെരിഫിക്കേഷൻ ചെയ്ത ശേഷം മാത്രമേ സഹായം നൽകൂ. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയി. നമ്മൾ കണ്ടന്റ് കാണുന്നു, ഡിസ്കഷൻ ചെയ്യുന്നു. അതുവഴി ഉണ്ടാകുന്ന വരുമാനം ഒരാളുടെ ജീവിതത്തിൽ അതൊരു മാറ്റമാകാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായി ഞാൻ കാണുന്നു. GP ടോക്സ് ഇൻഡിവിജ്വൽ ഏണിംഗ് ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് ലക്ഷ്യമിട്ടുള്ള ഒരു ശ്രമമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ റിയൽ അല്ലാത്ത കാര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിനാൽ റിയൽ വിഷയങ്ങൾ ശാന്തമായി സംസാരിക്കണം. അതൊരു നല്ല സോഷ്യൽ മീഡിയ കൾച്ചർ ഉണ്ടാക്കാൻ സഹായിക്കും. എനിക്കിപ്പോൾ 63 കഴിഞ്ഞു. ഈ വർഷങ്ങളിൽ ഞാൻ കണ്ടത് പിഴവുകളും അനുഭവങ്ങളും അത് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണകരമാകാം. ഇത് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയല്ല, നോളജ് ഷെയർ ചെയ്യാൻ. ക്ലാരിറ്റി വേണ്ടതായി തോന്നുന്ന വിഷയങ്ങൾ എല്ലാവർക്കും പങ്കുവയ്ക്കാം. ഞാൻ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കും. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം. അത് നമ്മൾ എല്ലാവരുടെയും തിങ്കിങ് മെച്ചപ്പെടുത്തും. റീച്ച് വഴി വരുന്ന വരുമാനം ആർക്കെങ്കിലും സഹായമാവട്ടെ. ഇതൊരു ചാനലല്ല, ഇതൊരു കൺവെർസേഷനാണ്. റിയൽ വിഷയങ്ങൾ, റിയൽ അനുഭവങ്ങൾ, റിയൽ ചർച്ച. ലെറ്റ് us talk about anything real.